തിരുവനന്തപുരത്തെ അപകട വാർത്തയുടെ വിവരങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. തിരുവനന്തപുരത്ത് മരം കടപുഴകി വീണാണ് വലിയ അപകടമുണ്ടായത്. കാറിന് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു. യുവതിക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. പേരൂർക്കട വഴിയില റോഡിൽ വെച്ചായിരുന്നു ഈ അപകടം. കൂടെയുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരന്റെ നിലയും ഗുരുതരമായി തുടരുകയാണ്. ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തി. ഭാര്യയും ഭർത്താവോന്ന് എനിക്കൊരു പിടിയില്ല. അങ്ങനെ പറഞ്ഞത് എന്തോ പറഞ്ഞു. ഞാൻ അവനെ പിടിച്ചിറക്കിയവൻ പറഞ്ഞത് നീ എവിടെ ഉള്ളതെന്നോ പറഞ്ഞു. വിതിരയിലാണ്. ഭാര്യ അതിൻ്റെ അടുത്തുള്ള ആ സ്ത്രീ അതിൻ്റെ അടുത്തുള്ളതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തന്നെ ഈ വിളി കേട്ടുകൊണ്ടാണ് ഞാൻ പിടിച്ച ഇതിനകത്തൂടെ കയറിയത്. എന്നിട്ടാണ് വെട്ടത്തിൽ എടുത്തുകൊണ്ട് വന്ന് വെട്ടിമുറിച്ചത്. നാട്ടുകാരെല്ലാം അപ്പോഴേക്കും രക്ഷാപ്രവർത്തനം കുറച്ച് പേരെ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചത് വെട്ടത്തിൽ കടയിൽ ചെന്ന് എടുത്തുകൊണ്ട് വന്ന് ഫയർഫോഴ്സ് ഒരു 10-15-20 മിനിറ്റായി. രക്ഷാപ്രവർത്തനം ഞങ്ങൾ വന്ന ഒരു വലിയ കമരയുടെ തലയിലാണ് ഇരുന്നത്. വലിയ കമരം വെട്ടിമുറിച്ച് വന്നപ്പോൾ ഫയർഫോഴ്സ് വന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാതയിലാണ് ഈ അപകടമുണ്ടായത്. കൂറ്റൻ മരമാണ് കാറിന് മുകളിലേക്ക് വീണത്. മറ്റു കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, മരിച്ച സ്ത്രീയുടെ മറ്റു വിവരങ്ങൾ ഇപ്പോൾ എവിടുത്തെ കാര്യമാണ് എന്നടക്കമുള്ള മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആശുപത്രിയിൽ ഉള്ളയാളുടെ നില ഇപ്പോൾ എങ്ങനെയാണ്? മറ്റു വാഹനങ്ങളിൽ ആളുണ്ടായിരുന്നു? രതീഷ്, പേരൂർക്കട വഴയില റോഡിൽ 6-ാം കല്ലിലാണ് ഇത്തരത്തിൽ വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. കൂറ്റൻ ആൽമരമാണ് ഇത്തരത്തിൽ ഈ ആൾട്ടോ കാറിന് മുകളിലേക്ക് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്ത് ഈ റോഡിൽ വലിയ ഗതാഗതം ഉണ്ടാകേണ്ടതാണ്. സ്വാഭാവികമായിട്ടും ഈ റോഡ് വലിയ ഗതാഗതമുള്ള റോഡ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഇത്തരത്തിൽ വലിയ വാഹന ഗതാഗതം ഈ റോഡിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അവധി ദിവസം കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഗതാഗതം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. പക്ഷേ പല വാഹനങ്ങളും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ വാഹനങ്ങൾ പൊക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ മരം കടപുഴകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വിവരം അറിഞ്ഞു വന്നതാണ്. വന്നപ്പോൾ അറിഞ്ഞത് വണ്ടിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, മരണപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. മരണപ്പെട്ടു. പിന്നെ അപകടാവസ്ഥയിലുള്ള മരം അല്ലായിരുന്നു. എന്താണെങ്കിലും മഴയും കാറ്റും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്ന് അറിയില്ല. പിന്നെ ഇന്ന് എന്തായാലും ഒരു വലിയ അപകടം ഒഴിവായത്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു ചായ തട്ടുണ്ട്, ഒരു പച്ചക്കറി ഷോപ്പുണ്ട്. ഇത് രണ്ടും ഒന്ന് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഒരു വലിയ അപകടം ഇന്ന് ഒഴിവായത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പോൾ ഈ റോഡിൽ വലിയ ഗതാഗതം ഉള്ളതാണല്ലോ. പക്ഷേ ഇന്ന് അത്രത്തോളം റോഡിൽ വലിയ ഗതാഗതം ഉണ്ടായിരുന്നു. ഇന്ന് അവധി ദിവസം കൂടി ആയതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നല്ല തിരക്കുള്ള സമയമാണ്. എന്തായാലും വലിയൊരു ദാരുണ സംഭവമായി പോയി. നമുക്ക് എന്തായാലും സമയബന്ധിതമായി ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി മരം സമയബന്ധിതമായി നമുക്ക് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. വലിയ ദാരുണമായൊരു സംഭവമായിപ്പോയി. രതീഷ്, ഈ പറയും പോലെ തന്നെ ഈ റോഡ് വലിയ രീതിയിൽ വാഹന ഗതാഗതമുള്ള റോഡ് തന്നെയാണ്. പക്ഷേ ആ സമയത്ത് ഇന്ന് പൊതുവെ അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വാഹന ഗതാഗതം ഉണ്ടായിരുന്നില്ല. പക്ഷേ പല വാഹനങ്ങളും ഈ പ്രദേശം വഴി കടന്നുപോയ വാഹനങ്ങൾ മരം കടപുഴകുന്നത് കണ്ടുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ റോഡിൻ്റെ വശത്തേക്ക് തന്നെ വാഹനം മാറ്റാൻ സാധിച്ചു. പക്ഷേ ആ ആൾട്ടോ കാറിന് മാത്രം മാറ്റാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വാഹനത്തിന് മുകളിലേക്ക് തന്നെ, ആൾട്ടോ കാറിന് മുകളിലേക്ക് തന്നെ ഈ വൻ ആൽമരം റോഡിന് വശത്ത് നിന്നത്. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ ആൽമരം ചുവട്ടിൽ മണ്ണ് കുറവായിരുന്നു. ഇതിനടുത്ത് തന്നെ കടകളൊക്കെ ഉണ്ട്. എന്തായാലും ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ കടകളൊക്കെ അടവായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി. ഒപ്പം തിരുവനന്തപുരത്തെ വലിയ തിരക്കേറിയ റോഡാണ്. ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന വളരെ ചുരുക്കം റോഡുകളിലൊന്ന് എന്ന് തന്നെ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാതയാണ്. തിരുവനന്തപുരം നെടുമങ്ങാടേക്ക് പോകുന്ന മലയോര മേഖലയിലേക്ക് പോകുന്ന പാതയാണ്. അവിടെ എപ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. ആ പാതയിലാണ് ഒരു കൂറ്റൻ ആൽമരം കടപുഴകി വീണ് ഇന്ന് ദാരുണമായ സംഭവം ഉണ്ടായത്. കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന യുവതിയാണ് ദാരുണമായി മരിച്ചത്. അപ്പോൾ തന്നെ നാട്ടുകാരും ഒപ്പം ഫയർഫോഴ്സും വേഗത്തിലെത്തി ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ആ ദൃശ്യങ്ങളും ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാം. പക്ഷേ അപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചപ്പോൾ രണ്ടുപേരുടെയും നില ഗുരുതരമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആശങ്കപ്പെടുത്തുന്ന വിവരമായിരുന്നു അവിടെ ആദ്യം മുതലേ ലഭിച്ചത്. അല്പം മുമ്പാണ് യുവതിയുടെ മരണം സ്ഥിരീകരിച്ച മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരം കൂടി വന്നത്. പരിക്കേറ്റ മറ്റൊരാൾ ചികിത്സയിൽ തുടരുകയാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.